ഹായ്, വെൽക്കം ടു ഫ്ലട്ടർ ഡെവലപ്പർ കോഴ്സ്. എൻ്റെ പേര് നികിൻ. ഞാനായിരിക്കും ഈ കോഴ്സിൻ്റെ പ്രധാന ഇൻസ്ട്രക്ടർ. എന്താണ് ഫ്ലട്ടർ? നേറ്റീവ് ക്രോസ് പ്ലാറ്റ്ഫോം iOS ആൻഡ്രോയിഡ് മൊബൈൽ ആപ്പുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് ഫ്ലട്ടർ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് നമുക്ക് iOS, ആൻഡ്രോയിഡ്, വെബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾക്ക് നമുക്ക് ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഇതിന് പ്രധാനമായി ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡാർട്ടാണ്. ഡാർട്ട് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഫ്ലട്ടർ ഫ്രെയിം വർക്കിൽ നമ്മൾ ആപ്പുകൾ നിർമ്മിക്കുന്നത്. സോ ഡാർട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫ്ലട്ടർ ഇതിനായിട്ട് നമുക്കൊരു SDK പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SDK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റാണ്. കുറേയധികം ടൂളുകളാണ് അതിൻ്റെ അകത്തുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ടൂളാണ് ഫ്ലട്ടർ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ഈ ഫ്രെയിം വർക്കിൽ നമ്മൾ ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ നിർമ്മിക്കുന്നു. ഫ്ലട്ടർ SDK നേറ്റീവ് കമ്പൈൽഡ് ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ടുള്ള ലെസൺസിൽ പഠിക്കാം. ഇപ്പോൾ നിങ്ങൾ അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഡാർട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് നമ്മളതിന് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വളരെ വേഗം നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഫ്ലട്ടർ ഉപയോഗിച്ച് ആൻഡ്രോയിഡിനോ iOSനോ വെബിനോ മാത്രമല്ല, വിൻഡോസ്, മാക്, ലിനക്സ്, ഫ്യൂഷ്യ എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വരെ ആപ്പുകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും. ഇതിൽ പ്രധാനമായും നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് iOS, ആൻഡ്രോയിഡ് ആണ് നമ്മളിവിടെ പ്രധാനമായി ഫോക്കസ് ചെയ്യുന്നത്. വൈ ഷുഡ് ഐ ലേൺ ഫ്ലട്ടർ? ഫ്ലട്ടർ ഞാൻ എന്തിനു പഠിക്കണമെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കാം. ഫ്ലട്ടർ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടൊരു ഫ്രെയിം വർക്കാണ്. ഈ ഫ്രെയിം വർക്ക് ഉപയോഗിച്ചത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നേറ്റീവ് കമ്പൈൽഡ് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ ഇത് ഫ്ലട്ടർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഗൂഗിളാണ്. അതായത് എന്തെങ്കിലും ഒരു പ്രോബ്ലം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ഡോക്യുമെൻറ്റേഷനിലൂടെ നമുക്കത് കണ്ടുപിടിക്കാനും അത് ഫിക്സ് ചെയ്യാനും സാധിക്കും. പിന്നെ ഇത് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും പിന്തുണയ്ക്കുന്നുണ്ട്. അതായത് മാക്കിലോ വിൻഡോസിലോ ലിനക്സിലോ നിങ്ങൾക്ക് ഫ്ലട്ടർ SDK ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നീലിൻ്റെ കഥയൊന്ന് പരിശോധിക്കാം. സ്റ്റോറി ഓഫ് നീൽ. ഇദ്ദേഹത്തിന് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹം ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങാനായിട്ട് തീരുമാനിക്കുന്നു. അദ്ദേഹം ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. അദ്ദേഹം ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ആപ്പ് ഒരു ടീമിനെ കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഇംഗ്ലീഷ് ഡിക്ഷണറി ഫോർ ആൻഡ്രോയിഡിന് വേണ്ടിയുള്ള ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറിയാണ് അദ്ദേഹം തയ്യാറാക്കിയത്. അദ്ദേഹം ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം 1-2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇതിന് 5000 ഡൗൺലോഡ്സ് കിട്ടി. ഓക്കെ, പിന്നീട് അദ്ദേഹം ചിന്തിച്ചു, എന്തുകൊണ്ട് ഇത് iOS വേർഷനിലേക്ക് കൊണ്ടുവന്നുകൂടാ? അതായത് ഐപാഡ്, ഐഫോൺ പോലുള്ള ഡിവൈസുകളിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തുകൂടാന്ന് പിന്നീട് ചിന്തിക്കുന്നു. അദ്ദേഹം പിന്നീട് ആപ്പിൾ ഈക്കോസിസ്റ്റത്തിലേക്ക് വരുന്നു. അതായത് ആപ്പിളിൻ്റെ പ്രോഡക്റ്റിലേക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പിന്നീട് അദ്ദേഹം ചിന്തിക്കുന്നത്. ആസ് എ സ്റ്റാർട്ടപ്പ് എന്ന നിലയ്ക്ക് അദ്ദേഹം പുതിയൊരു ടീമിനെയും കൂടെ ഇതിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹത്തിന് 2 ടീമാണ് ഇവിടെ മാനേജ് ചെയ്യേണ്ടതായിട്ട് വന്നത്. അദ്ദേഹം ആൻഡ്രോയിഡിന് വേണ്ടി ഇംഗ്ലീഷ് ഡിക്ഷണറി പബ്ലിഷ് ചെയ്തു, അതുപോലെ തന്നെ iOSന് വേണ്ടി ആപ്പ് സ്റ്റോറിൽ പബ്ലിഷ് ചെയ്തു. 2 ടീം ഉപയോഗിച്ചാണ് അദ്ദേഹം ഇത് ചെയ്തത്. ഇവിടെ അദ്ദേഹത്തിന് ഒരുപാട് പണം നഷ്ടമായി. അതായത് 2 ടീമിന് പൈസ കൊടുക്കണം, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് കോസ്റ്റ്, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും. ഇവിടെയാണ് നമ്മുടെ ഫ്ലട്ടർ തിളങ്ങുന്നത്. അദ്ദേഹം ഫ്ലട്ടർ ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആൻഡ്രോയിഡിനും iOSനും ഒരു ഫ്ലട്ടർ ഡെവലപ്പറിനെ മാത്രം വെച്ച് ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഫ്ലട്ടർ പഠിക്കാനായിട്ടുള്ള പ്രധാന കാരണം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായത് ഇതിൽ സിംഗിൾ കോഡ് ബേസ് ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു ആപ്ലിക്കേഷന് വേണ്ടി കോഡ് എഴുതുന്നു, മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഹൂ ക്യാൻ ജോയിൻ ദിസ് കോഴ്സ്? ആർക്കൊക്കെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉള്ള ആർക്കും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: www.youtube.com/c/nikinsk എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ചെല്ലുക. അതിനുശേഷം നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. തുടർന്ന് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.